ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താ സംഭവിച്ചാൽ നമ്മൾ ബൈക്കിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഹെൽമെറ്റും ഒരു മൗണ്ട് ഒരു ക്യാമറ സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ക്യാമറ ഏതായാലും കണ്ടൻറ്റ് കുറവായതുകൊണ്ട് വണ്ടികളില്ലാത്തതുകൊണ്ട് അപ്പോൾ ആ ക്യാമറ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മളെ ഹെൽമെറ്റ് ഇതാണ് നമ്മളെ ഹെൽമെറ്റ് വരുന്നത്. കുറച്ച് പഴക്കമുണ്ട്, ഒരു 3 കൊല്ലത്തെ പഴക്കമുണ്ട്. THHൻ്റെ ഒരു ഹെൽമെറ്റാണ്. അപ്പോൾ ഹെൽമെറ്റുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, മാസ്കിംഗ് ടാപ്പ് ഒട്ടിക്കണം. മാസ്കിംഗ് ടാപ്പ് ഒട്ടിക്കണം എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ MC ഇട്ടിട്ടാണ് മൗണ്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, MC നമ്മൾ ഒട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പറിച്ച് കളയേണ്ട അവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ട് ഒഴിവാക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഹെൽമെറ്റിനൊന്നും പറ്റാത്ത ഒരു സാഹചര്യം നമ്മൾ മാസ്കിംഗ് ടാപ്പ് ഒട്ടിക്കണം. അപ്പോൾ മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ MC വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു കറക്റ്റ് ഒരു അളവ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ മാസ്കിംഗ് ടാപ്പ് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം അത് വീഡിയോ ഫുള്ള് കണ്ടിട്ട് എന്തിനാണ് മാസ്കിംഗ് ടാപ്പ് ഒട്ടിക്കുന്നതും അതിൻ്റെ കാര്യങ്ങൾ കാണാം. അപ്പോൾ അതേമാതിരി നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം മാസ്കിംഗ് ടാപ്പ് ഫുള്ളായിട്ട് ഒട്ടിച്ച് വൃത്തിയാക്കി വെക്കുക. പിന്നെ അതിൻ്റെ ശേഷം മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ മൗണ്ട് എടുക്കുക. ഇതാണ് നമ്മൾ MC വരുന്നത്. 30 രൂപയുടെ MC നമുക്ക് പകുതി മതി. അതിൻ്റെ പകുതി ചെറിയ മൗണ്ടല്ല, ചെറിയ മൗണ്ട് അതിൻ്റെ പകുതി മതി. അപ്പോൾ മൗണ്ട് ആദ്യം മൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യുക, അത് രണ്ടും നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മൗണ്ടുമ്മേ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി പറഞ്ഞാൽ ഈ MC രണ്ടും നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് മൗണ്ടുമ്മേ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. നമുക്കിങ്ങനെ പൊളിച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ പകുതി മതി. കാരണം അത് വലിയ MC 30 രൂപ MC അപ്പോൾ നമുക്ക് 10 രൂപ MC ശരിക്കും വേണ്ടത്. അത് മതിയാവും, കറക്റ്റ് നമുക്ക് പാകിക്കണം. അപ്പോൾ അങ്ങനെ പകുതി രണ്ടിനും പകുതി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കണം മൗണ്ട് പറഞ്ഞാൽ കർവ് മൗണ്ടാണ് നമ്മൾ സാധാരണ ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ചെടുക്കൽ. അപ്പോൾ ചില ഹെൽമെറ്റിന് എന്ത് ചെയ്യും, ഫ്രണ്ട് ഭാഗം നല്ല ഷാർപ്പിനെ കയറാം. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചെടുക്കണം. പിന്നെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ മൗണ്ടും വെച്ച് കൊടുക്കുക. അപ്പോൾ മൗണ്ടും എന്ത് ചെയ്യുക, ചെറുതായിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക. കത്തി കൊണ്ട് അതിന് ചെറിയ ലൈൻ ഇട്ട് കൊടുക്കുക, ഗ്രിപ്പിന് വേണ്ടി ഇട്ട് കൊടുക്കുക. ഹെൽമെറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്ത് ചെയ്യുക, ഹെൽമെറ്റ് സെറ്റ് ചെയ്ത് കൊടുത്ത് വെക്കുക. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ആ കർവ് ഭാഗത്തൊക്കെ നല്ലോണം ഫിക്സ് ചെയ്ത് വെക്കുന്ന വിധത്തിൽ എന്ത് ചെയ്യുക, നല്ലോണം ടൈറ്റാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അപ്പോൾ വെക്കുന്ന ടൈമിൽ കുറച്ച് പുറത്തേക്ക് തള്ളിങ്ങേണ്ടി വരും. അത് തള്ളി ഭാഗം അതിൻ്റെ ഉള്ളിൽ തന്നെ അമർത്തി കൊടുത്ത് നല്ല ഫിനിഷിങ് ആക്കി ഉള്ളിലൊക്കെ നല്ല സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബ്ലേഡോ കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡിൽ നിന്നുള്ള അധികം വന്ന ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ നമ്മളിപ്പോൾ ക്യാമറ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു അളവ് കിട്ടാനാണ്. അതായത് നമ്മൾ ഈ MC വെച്ചതിന് ശേഷം പിന്നെ അത് അങ്ങോട്ടും തിരിക്കണമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് പിടിച്ചതിനെ പിന്നെ തിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ച് ഏകദേശം കറക്റ്റാണോ, ശരിയാണ്ടോ വളയാണ്ടോ പൊങ്ങാണ്ടോ താവാണ്ടോ എന്നൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മളൊക്കെ റെഡിയാക്കി നമുക്ക് എന്ത് ചെയ്യുക, MC ഉണക്കാൻ നോക്കാം. അപ്പോൾ അതാ നല്ല ക്ലിയറായിട്ട് ഉണങ്ങി വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ അതിൽ വന്നൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഈ 3M സ്റ്റിക്കറാകുമ്പോൾ ഒട്ടിച്ചിടണം. അത് ഉണങ്ങാൻ ഏകദേശം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറോളം പിടിക്കും തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ഉണങ്ങി വൃത്തിയായി. നമ്മൾ 8 മണിക്ക് വെച്ചിട്ട് 9 മണി കഴിക്കണത് ഉണങ്ങി വൃത്തിയായപ്പോഴത്തേന് 9 മണി 9:30 കഴിക്കണത് ഉണങ്ങിയപ്പോഴത്തേന് കുറച്ച് ഹെയർ ഡ്രയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണക്കി കിട്ടിയത്. ഉണങ്ങി വൃത്തിയായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, അപ്പോൾ അതൊക്കെ ആ മാസ്കിംഗ് ടാപ്പ് ഊരിയെടുക്കുക. മാസ്കിംഗ് ടാപ്പ് ഊരിയെടുക്കുക. ഇപ്പോൾ എന്തിനാണ് മാസ്കിംഗ് ടാപ്പ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമുക്ക് പിന്നെ ഒന്ന് വൃത്തിയാക്കണം, സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ മാസ്കിംഗ് ടാപ്പ് ഉണ്ടെങ്കിൽ ഉപകാരമാണ്. പിന്നെ MC നമ്മൾ ഒട്ടിപ്പിടിച്ച് ഹെൽമെറ്റ് നാശമാവില്ല. നമുക്ക് പതുക്കെ അതേമാതിരി ഇളക്കി മെല്ലെ ആണ് പറിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ MC മാസ്കിംഗ് ടാപ്പൊക്കെ ഒപ്പം പോയിട്ടുണ്ട്, മൗണ്ടും കാര്യങ്ങളൊക്കെ. ഞാൻ വന്ന് പതുക്കെ എന്ത് ചെയ്യണം, നമുക്ക് ആ മാസ്കിംഗ് ടാപ്പ് നമ്മൾ ഊരിയെടുക്കണം. മാസ്കിംഗ് ടാപ്പ് നമ്മൾ ഇങ്ങനെ ഇളക്കി വല്ല എടുക്കുക. അതേമാതിരി മെല്ലെ ഇളക്കിയെടുക്കുക. കാരണം അതിൻ്റെ ഉള്ളിൽ പൊട്ടിഞ്ഞാതെ ഉള്ളിലോട്ട് ഇങ്ങനെ ഉണങ്ങാൻ ഭാഗം ഉണ്ടെങ്കിൽ ആൾ വലിക്കുന്ന ടൈമിൽ വേണമെങ്കിൽ മൊത്തം പൊട്ടിപ്പോയി. അപ്പോൾ അവിടെ മെല്ലെ വലിച്ചെടുക്കാം. നമുക്ക് നല്ല കറുവായിട്ടുണ്ട്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത പരിപാടി വെച്ചാൽ ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ നല്ലോണം ഒരതി വൃത്തിയാക്കി എടുക്കണം. കാരണം അത് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടില്ല കുറച്ച് വൃത്തിയായിട്ട് അവിടെ ഇവിടെയൊക്കെ കിടന്നിരുന്നു. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം,
സാൻഡ് പേപ്പർ ഇട്ടിട്ട് നല്ല വൃത്തിയിൽ തന്നെ വരുത്തിയിട്ട് അതിൻ്റെ സൈഡും കാരണമൊക്കെ എടുക്കാം. ഈ സാൻഡ് പേപ്പർ ഇട്ട് വരുത് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല, കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം പിടിക്കുമെന്ന് വരുതി വൃത്തിയാക്കി അതേമാതിരി വൃത്തിയാക്കി എടുക്കാൻ. ഇനി വരുതാൻ പോവാണ്. സൈഡൊക്കെ നല്ല വൃത്തിയാക്കി വരുതി എടുക്കുക. ചെയ്യണ നല്ല വൃത്തിയിൽ ചെയ്യുക. കാരണം നമ്മൾ ഒട്ടിച്ചതിന് ശേഷം വൃത്തികേടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും, പിന്നെ ഊരിയെടുക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നല്ല വൃത്തിയിൽ അതിൻ്റെ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ട് എന്ത് ചെയ്യുക, വൃത്തിയിൽ തന്നെ ചെയ്യുക. നല്ലോണം ടൈം എടുത്തിട്ട് തന്നെ അത് സാൻഡ് പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വൃത്തിയിലായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൈം എടുത്തു വന്ന് വരുതി വൃത്തി ഇങ്ങനെ ഉണങ്ങിയതിൻ്റെ ശേഷം പിന്നെ വരുതി ഉണ്ടാക്കുക എന്ന് വലിയ പണി തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മൗണ്ട് വെച്ചതിന് ശേഷം അധികം വന്നൊക്കെ നമ്മൾ പിന്നെ വരുതി കളയുക എന്ന് വെക്കാൻ നിൽക്കേണ്ട, ആദ്യം തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കിക്കൊണ്ട്. കാരണം നമ്മൾ പിന്നെ വരുതി ഉണ്ടാക്കലൊക്കെ നല്ല പണിയിട്ട പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എന്നെ കൊണ്ട് ആവണ വിധത്തിലൊക്കെ ഞാൻ വരുതി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ വരുതി ഭാഗത്തേക്ക് ഒരു വൈറ്റ് കളർ ഉണ്ടല്ലേ, അപ്പോൾ നമ്മൾ ഹെൽമെറ്റും വെച്ച് ഞാൻ ബ്ലാക്ക് ഹെൽമെറ്റൊക്കെ ചില വൈറ്റ് എടുത്ത് കാണിക്കും. ഒരു വൃത്തികേടാണ്, ഒരു മൈനസാണ്. അപ്പോൾ നമുക്ക് ആ മൈനസും ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് അറാൾഡേറ്റ് കൊടുക്കുക. അറാൾഡേറ്റ് ഇട്ട് കൊടുത്താണെങ്കിൽ മൗണ്ട് എംസിയിലും കൂടി ഒന്നുകൂടി ഉണ്ട് സ്ട്രോങ് ആയിക്കോളും ടൈറ്റ്. അപ്പോൾ അതിന് സൈഡിലൊക്കെ കുറച്ച് അറാൾഡേറ്റും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എന്ത് ചെയ്യുക, അറാൾഡേറ്റും കാര്യങ്ങൾ മിക്സ് ചെയ്തതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അതേമാതിരി മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, സൈഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കൈമ വരാൻ നിൽക്കണ്ട, കൈമൊക്കെ ആയി കഴിഞ്ഞാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാരണമൊക്കെ തന്നെയാണ്. പാലാൾഡേറ്റും കാരണമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല വൃത്തിക്ക് തന്നെ ചെയ്യുമ്പോൾ നല്ല വൃത്തിയും കാര്യങ്ങളും ചെയ്യുക. പിന്നെ കുറച്ച് അറാൾഡേറ്റ് നമ്മൾ ടാപ്പ് ഒട്ടിക്കുന്ന ഭാഗത്ത്, അതായത് 3M സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഭാഗത്ത് ഇട്ട് കൊടുക്കുക. അഥവാ സ്റ്റിക്കർ നമ്മൾ പറഞ്ഞു പോരുക ഇതിലൊക്കെ ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് എന്ത് ചെയ്യുക, സ്റ്റിക്കർ നമ്മൾ കുറച്ചോട്ട് എടുത്തിട്ട് നമുക്ക് ചെറിയ ഗ്രിപ്പ് ഇട്ട് കൊടുക്കുക. ആ സ്റ്റിക്കർ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗ്രിപ്പ് ഇട്ട് എടുത്തിട്ട് സ്റ്റിക്കർ ആകുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ നമ്മളെല്ലാം അടിപൊളിയായിട്ട് ഉണക്കി വൃത്തിയാക്കി കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉണ്ടോയെന്ന് അറിയില്ല, എന്തായാലും ഉള്ള നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സൂം ചെയ്യാൻ വേറെ ആരും ഉണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ. കാരണം ചെറിയ ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേമാതിരി നല്ല വൃത്തിയിൽ കറുവായി നിൽക്കുന്ന കാരണം നമ്മൾ ഈ ടാപ്പ് ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ ആ സെൻറ്റർ ഭാഗം തള്ളി നിൽക്കുന്ന കാരണം, അപ്പോൾ ആ ഭാഗത്തിൽ നല്ല അമർത്തി പ്രസ് ചെയ്ത് പിടിക്കും കുറച്ച് നേരം. അപ്പോൾ അത് നല്ല ഒട്ടി പിടിച്ച് വെക്കും. പിന്നെ കുറച്ച് എയർ ഡ്രയറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നല്ല വൃത്തിക്ക് തന്നെ ഒട്ടിച്ച് വൃത്തിയാക്കി വെക്കാം. അപ്പോൾ നമ്മൾ എംസിയിലും കാര്യങ്ങളൊക്കെ നല്ല ഒട്ടി, അതിന് മേലെ നമ്മൾ ടാപ്പ് ഒട്ടിച്ചു, കാരണം നല്ല വൃത്തിയാക്കിയിട്ട്. പിന്നെ സൈഡ് കാര്യങ്ങളൊക്കെ കുറച്ചൊരു തളങ്ങള പോലെയല്ലേ, ഉള്ളത് നല്ല വൃത്തിക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ തളങ്ങള പോലെ തോന്നുന്നത്. അപ്പം ഇനി നല്ല വൃത്തി ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മേലെ നിന്ന് ആ ഒരു റെഡ് സ്റ്റിക്കർ ആകുമ്പോൾ 3M സ്റ്റിക്കറിന് ഊരിയെടുക്കുക. ഇത് മേലെ ഒരു കവറിങ്, ആ കവറിങ് ഊരിയെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹെൽമെറ്റിൻ്റെ സെറ്റ് കൊടുക്കാം. നല്ല പവറുള്ള 3M സ്റ്റിക്കർ നല്ല അത്യാവശ്യം നല്ല പവറുള്ളതാണ്. നമുക്ക് ഊരാൻ കുറച്ച് പണിയാണ്. ആ ഊരെടുത്തു. ഇനി ഇത് നമുക്ക് അടുത്ത പരിപാടി വെച്ചാൽ ഹെൽമെറ്റ് വെക്കലാണ്. ഇപ്പോൾ ഹെൽമെറ്റ് വെക്കുമ്പോൾ നമ്മൾ പിന്നെയും സെൻറ്ററും കാര്യങ്ങളും നോക്കി വെക്കുക. അങ്ങോട്ടും തിരിഞ്ഞാൽ സ്റ്റിക്കർ കണ്ട ഊരി റീപ്ലേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ അത് അത്ര പെർഫെക്റ്റായിട്ട് നിന്നോളണമെന്നില്ല. ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നല്ല വൃത്തിക്ക് തന്നെ ഒട്ടിക്കാനും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ നല്ലോണം പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അടിപൊളിയായിട്ട് ചെരിയാതെ വളയാതൊക്കെ നോക്കി നല്ല വൃത്തി വെച്ചു കൊടുക്കും. അപ്പോൾ ഇനി വരുന്ന നമ്മളെ ഓട്ടോ മറ്റേ ബൈക്കിൻ്റെ ഒക്കെ നല്ല കിടിലം ബൈക്കുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കിടിലനായിട്ട് ഒട്ടിരുന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യണം. ക്യാമറ സെറ്റ് ചെയ്താലൊക്കെ എന്താ അവസ്ഥ നോക്കണം. പിന്നെ ഇപ്പോൾ കണ്ടില്ല, നമുക്ക് ഇനി ഇത് ഊരിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒറ്റ വലിക്കാൻ സാധനം പറഞ്ഞു വരും. മറ്റേത് എംസിയിലാകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹെൽമെറ്റ് ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇനി
ഊരെടുക്കാനൊക്കെ ഇനി നല്ല സുഖമാണ്. ആ ടാപ്പ് മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ മൗണ്ടും വേറെ ഏതെങ്കിലും ക്യാമറ മേടിക്കുമ്പോൾ ഇനി മൗണ്ട് മാറ്റേണ്ട ആവശ്യമൊക്കെ വരികയാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, മൗണ്ട് ഊരെടുക്കാൻ നല്ല സുഖമാണ്, റീപ്ലേസ് ചെയ്യാൻ നല്ല സുഖമാണ്. പിന്നെ നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ക്യാമറ സെറ്റ് ചെയ്യുക. ക്യാമറ സെറ്റ് ചെയ്തിട്ട് അത് ഇനി വളവുണ്ടോ തിരിവുണ്ടോ ഒക്കെ നോക്കി കാര്യമില്ല, കാരണം ഓൾറെഡി സെറ്റായി, ഇനി ഊരെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ക്യാമറ ഒക്കെ വെച്ചു, നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വേണ്ട ക്യാമറയുടെ ഒരു സൈഡും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിക്ക് ചെയ്തുകൊണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് സാധാ ഒരു ആക്ഷൻ ക്യാമറയാണ്. ഏകദേശം ഒരു 8 to 10 ആ ഒരു 1000 ആ ഒരു എമൗണ്ട് ഇടയിലാണ് ഈ ക്യാമറയ്ക്ക് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 1080p, അതായത് ഒരു 4K അല്ല, HD ആണ്, HD ക്യാമറയാണ്, 4K അല്ല, HD ക്യാമറയാണ്. അത്യാവശ്യം ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിന് കേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, വാട്ടർ പ്രൂഫാണ്, കേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന മൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയതിന് വീഡിയോസോ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് ഈ ക്യാമറ പിന്നെ അതേമാതിരി എൻ്റെ ഒരു സോണിയുടെ ഒരു ക്യാമറ ഉണ്ട്, അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്, ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് രൂപത്തിൽ എഴുതി വിടാൻ മറക്കരുത്. ഒരു പുതിയ വീഡിയോയിലേക്കും ബൈ.